ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാല്യൂ പ്ലസ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? സ്കേഴ്സിറ്റി, എക്കണോമിക് സിസ്റ്റംസിനെ കുറിച്ച് പഠിച്ചു, പ്രൈവറ്റ് പബ്ലിക് ഗുഡ്സിനെ കുറിച്ച് പഠിച്ചു, ബേസിക് എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ഐഡിയയിലേക്കാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കടക്കുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? പേരൊന്ന് വായിക്കാം. പ്രൊഡക്ഷൻ, ഉൽപാദനം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യതാ വക്രം, അതാണ് കറക്റ്റ് മലയാളം. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ നോക്കാം. ദ PPC, വിച്ച് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, illustrates the problem of choice between alternative combinations of two goods. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു മോഡലാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു മോഡലാണ്. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള എക്കണോമിയിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ കാണിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് നടക്കുന്ന പ്രൊഡക്ഷൻ മുഴുവനും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റൂല്ല. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. നമ്മൾ രണ്ട് ഗുഡ്സ് ആണുള്ളത്. എന്താണ് രണ്ട് ഗുഡ്സ്? നമ്മുടെ എക്കോണമിയിലെ രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോമ്പിനേഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ കാണിക്കുന്നത്. ഏതൊക്കെ ഗുഡ്സാണ്? LED-യും കമ്പ്യൂട്ടർ മോണിറ്റേഴ്സും. LEDസും കമ്പ്യൂട്ടർ മോണിറ്റേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് AB എന്ന് പറയുന്ന രണ്ട് ഗുഡ്. ഈ രണ്ട് ഗുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ പഠിക്കുന്നത്. സോ ഞാൻ അസംഷൻസ് എന്നൊരു വാക്കിലേക്ക് നിങ്ങളെ ആനയിക്കുകയാണ്. എന്താണ് അസംഷൻസ്? അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മോഡൽ എന്ന് പറയുന്ന കാര്യം വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. നമുക്ക് ഒരിക്കലും മോഡൽസ് വളരെ റിയൽ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ കുറേ അസംഷൻസ് വയ്ക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന കണ്ടീഷനിലാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ, നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്ന സാധനമാണ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. സോ ആ ബന്ധത്തിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സെട്രിബസ് പാരിബസ് എന്ന് പറയുന്ന ഒരു അസംഷൻ ഉണ്ട്. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടിയാൽ അതിൻ്റെ കൂടെ ഇൻകം കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കൺസംഷൻ കുറയത്തില്ല. അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു, പൈസ ഉണ്ട്. അതുകൊണ്ട് പ്രൈസ് കൂടിയാലും അത് ഡീൽ ചെയ്യാൻ അവർക്ക് പറ്റും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാൻ റിയാലിറ്റി ഈസ് വെരി വെരി കോംപ്ലക്സ്. സോ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ഓൾ ദീസ് മോഡൽസ് വി ആർ ഇൻട്രൊഡ്യൂസിങ് സർട്ടൻ അസംഷൻസ് ടു എക്സ്പ്ലെയിൻ ദീസ് ഐഡിയാസ്. നമ്മളിവിടെ നമ്മുടെ ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് അസംഷൻസ് പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആൻസർ എഴുതുമ്പോഴും വൃത്തിയായിട്ട് എഴുതണം. അസംഷൻസ് ആൻസർ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒന്നാമത്തെ അസംഷൻ, ദ എക്കോണമി പ്രൊഡ്യൂസേഴ്സ്. എന്താണ് ഒന്നാമത്തെ അസംഷൻ? എന്താണ്? ദ എക്കോണമി പ്രൊഡ്യൂസേഴ്സ് ഓൺലി ടു ഗുഡ്സ്. എക്കോണമി എത്രയാണ്? രണ്ട് ഗുഡ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്? LED, മോണിറ്റേഴ്സ്. ഇതൊക്കെ അസംഷനാണ്. ഇത് വെച്ചുള്ള മോഡലാണ് ഞാൻ പറയുന്നത്. ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സസ് സ്കേഴ്സ് ആണെന്നറിയാം. പക്ഷേ നമ്മളിപ്പം ഒരു പ്ലേറ്റ് നമ്മുടെ ഫുഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് പകുതി വെളിയിൽ കളഞ്ഞും കഴിക്കാം, ഫുള്ളും അടിച്ച് നല്ല രീതിയിൽ ഒന്നും വേസ്റ്റ് ആക്കാതെയും കഴിക്കാം. സോ നമ്മളിവിടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, നമ്മുടെ റിസോഴ്സസ് വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ റിസോഴ്സസ് മുഴുവനും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ അസംഷൻ. ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ്. എല്ലാ റിസോഴ്സസും പൂർണ്ണമായി ഉപയോഗിക്കുന്നു. ദർ ഈസ് നോ അണ്ടർ യൂട്ടിലൈസേഷൻ. നമ്മൾ അനാവശ്യമായി വെറുതെ കളയുന്നില്ല, ഒന്നും യൂട്ടിലൈസ് ചെയ്യാതെ തറയിലിടുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് റിസോഴ്സസ് ക്യാൻ ബി ഷിഫ്റ്റഡ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടു ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിപ്പം പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നെങ്കിലും നമ്മുടെ റിസോഴ്സസ് മുഴുവനും LED ഉണ്ടാക്കാൻ കൊടുക്കാം, അതേസമയം നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ ഉണ്ടാക്കാൻ ഒന്നും കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് വേറെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ LED ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ആ റിസോഴ്സസ് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മുടെ കയ്യിലുള്ള എക്സ് റിസോഴ്സസിനെ അങ്ങോട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അസംഷനും പറയുന്നുണ്ട്. ഓക്കെ, the efficiency of resources is considered in physical terms. എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും.
ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലായിരിക്കും ചില സിറ്റുവേഷനിൽ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ടേസ്റ്റിൻ്റെ കാര്യമല്ല, എണ്ണത്തിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സോ അസംഷൻസ് ഒന്നും കൂടെ മനസ്സിൽ കൂടെ വാ. ഒന്ന് 2 ഗുഡ്സേ ഉള്ളൂ, റിസോഴ്സസ് പൂർണ്ണമായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഈ റിസോഴ്സസ് പരസ്പരം എന്താണ്, ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് മറ്റേത് സാക്രിഫൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാം. അവസാനത്തത് ഫിസിക്കൽ ടേംസിലുള്ള കാര്യമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ ഞാനിപ്പം ജസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് വരച്ച് കാണിക്കുവാണ്. നിങ്ങളിൽ ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തവരും ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായി ഫോളോ ചെയ്യുക. സോ വാട്ട് യു മീൻ ബൈ ഗ്രാഫ്? ഒരു 2D, ഇപ്പം 3D മോഡലിംഗും ഉണ്ട്. ഒരു 2D മോഡലിങ്ങിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതാണ് ഇങ്ങനെ വരയ്ക്കുന്നത്, ഒരു ആക്സിസ്, ഇത് വേറെ ആക്സിസ്. എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ടും എന്താണ്, എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ആരോ ഇടണം, എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണെന്ന് പറയണം. എന്നിട്ട് ഈ മുകളിലോട്ട് ഹൊറിസോണ്ടൽ, നമ്മൾ വെർട്ടിക്കൽ വരയ്ക്കുന്നതിന് നമ്മൾ വൈ ആക്സിസ് എന്നും ഹൊറിസോണ്ടൽ വരയ്ക്കുന്നതിന് എക്സ് ആക്സിസ് എന്നും പറയും. ക്ലിയർ ആണല്ലോ? സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ വേരിയബിൾസ് കൊടുക്കും. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ്, നമ്മൾ വേരിയബിൾസ് കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗുഡ് വൈ, എന്താണ് ഗുഡ് വൈ, താഴെ എന്താണ് ഗുഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറിജിൻ 0 ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് 1 2 3 4 എന്ന് പറഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റി പോവുക. അതേപോലെ ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞ് പോവാണ്. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടല്ലോ. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഗുഡ് വൈ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഗുഡ് എക്സ് എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്നുള്ളതാണ് എക്സിൽ കാണിക്കുന്നത്, എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം വേണമെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഇത് LED ആകാൻ, വേണമെങ്കിൽ ഇതെന്താണ് കമ്പ്യൂട്ടർ മോണിറ്റർ ആകാം. അത് അവിടെ നിൽക്കട്ടെ, അത് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ ഒരു കണ്ടോ, ഈ ഒരു സ്പേസ് മുഴുവനും എന്താണ്, ഈ ഒരു സ്പേസ് മുഴുവനും നമ്മുടെ പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റിയാണ്. ആ ഒരു സ്പേസ് മുഴുവനും എന്താണ്, പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റിയാണ്. എങ്ങനെയാണ് പോസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് കുത്തിട്ടെന്ന് കരുതിക്കോ. അതിനർത്ഥം ഈ ഒരു പോയിന്റ് കുത്തിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഈ 2 ആക്സിസിൽ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് 4,3 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 LED ഉണ്ടാക്കി, അതോടൊപ്പം എന്താണ് 3 മോണിറ്റർ ഉണ്ടാക്കി. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള പല കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ചുമ്മാതെ കോമ്പിനേഷൻ കാണിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ബുദ്ധിപരമായിട്ട് ഈ കോമ്പിനേഷൻ നടത്തണം. സോ ഞാൻ നേരത്തെ കയറി ഞാൻ ഒരു സാധനം ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണ്, ഇങ്ങനെ ആയിരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് കോൺകേവ് ടു ഒറിജിൻ ആയിരിക്കും. നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് ആദ്യം ജസ്റ്റ് പറഞ്ഞു, അതിൻ്റെ അസംഷൻസ് പഠിച്ചു. ഡയഗ്രാം പഠിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തരികയാണ്. കാരണം നിങ്ങളെ കുറച്ച് പേർക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയില്ലായിരിക്കും, അവർക്ക് മനസ്സിലാക്കാനാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ഒരു പോയിന്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 LED ഉണ്ടാക്കി 0 മോണിറ്റർ ഉണ്ടാക്കി, 4 LED ഉണ്ടാക്കി 0 മോണിറ്റർ ഉണ്ടാക്കി. ആദ്യത്തെ കോമ്പിനേഷൻ അതാ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഈ ഒരു പോയിന്റ് നോക്കിക്കേ, അവിടെ 3 LED എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു LED നമ്മൾ കളഞ്ഞിട്ട് അത് ഉപയോഗിക്കാനായിട്ട്, അതുണ്ടാക്കാനായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് കൊടുത്തു, നമ്മുടെ മോണിറ്റർ ഉണ്ടാക്കാൻ കൊടുത്തു. സോ ഒരെണ്ണം സാക്രിഫൈസ് ചെയ്തപ്പോൾ 2 മോണിറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അത് നമുക്ക് പഠിക്കാം. എന്ന് പറഞ്ഞാൽ ഈ അധികമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനെ നോക്കിയേ, ദാണ്ട ഒരു പോയിന്റ് കൂടെ ഞാൻ വരയ്ക്കുക. ഇതൊരു പോയിന്റാന്ന് എഴുതിക്കോ. ഈ പോയിന്റ് നോക്കിക്കേ, അവിടെ 2 LEDയും 3 മോണിറ്ററും, 2 LEDയും 3 മോണിറ്ററും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സിറ്റുവേഷൻ നോക്കുക. അടുത്ത സിറ്റുവേഷൻ എന്താണ്? അടുത്ത സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 LEDയും 4 മോണിറ്ററും. സോ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ കഥ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഗുഡ്സ് ഏത് എക്സാമ്പിളായിട്ടും എടുക്കാം.
രണ്ട് ഗുഡ്സ് എടുത്തിട്ട് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫിഷ്യൻറ്റ് കോമ്പിനേഷൻസ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ ഒരു നമ്മുടെ മെറ്റീരിയലിലുള്ള എക്സാമ്പിളിലോട്ട് നമുക്ക് പോകാം. ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. സോ ഒന്നാമത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി അവൈലബിൾ ടു എ കൺട്രി, ഒരു കൺട്രിക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് പറയുന്നത്. സോ നോക്കുക, ആദ്യത്തെ സിറ്റുവേഷനിൽ 30 LED TVയും 0 കമ്പ്യൂട്ടറും. ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു കർവിലായി ഇവിടെ ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ കോമ്പിനേഷൻസും ആണ്. അത് അവസാനം നോക്കിക്കേ, നമ്മൾ ഈ നമ്മുടെ 0 LED-യും അതോടൊപ്പം എന്താണ് 30 കമ്പ്യൂട്ടർ മോണിറ്ററും. സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ കുറച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു. സോ ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോളമായിട്ട് സിറ്റുവേഷൻ വരയ്ക്കുന്നതിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയുള്ള മൊഡ്യൂൾസിൽ ഇത് ആവശ്യമുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ട്. സോ നമുക്കിവിടെ നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തു എന്നുള്ള കാര്യം ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് തൽക്കാലം നോക്കണ്ട, ജസ്റ്റ് ആ ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ ഇവിടെ പറയുകയാണ്. ദ PPC ഈസ് പ്ലോട്ടഡ് വിത്ത് 1 ഗുഡ് ഓൺ ദ എക്സ് ആക്സിസ്. ഞാൻ ഇത്രയും പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ കൺസെപ്റ്റ് മനസ്സിലായ നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതണമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ദ ഗ്രാഫ് ദ PPT ഈസ് പ്ലോട്ടഡ് വിത്ത് 1 ഗുഡ് ഓൺ ദ എക്സ് ആക്സിസ്. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടും. എക്സാമ്പിൾ, മോണിറ്റേഴ്സ് ആൻഡ് ഓൺ ദ അതർ വൈ ആക്സിസ് LED. ഈച്ച് പോയിന്റ് ഓൺ ദ കർവ് ഷോസ് ദ മാക്സിമം ഔട്ട്പുട്ട് അച്ചീവബിൾ വിത്ത് ദ ഗിവൺ റിസോഴ്സസ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കണ്ടോ, ഈ ഒരു ഇതാണ് ഈ ഞാനിങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ഈ സ്ഥലം കണ്ടോ, ഇത്രയും ഭാഗത്ത് ഇതെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഈ മോളി വരച്ചേക്കുന്നതിൻ്റെ കാര്യം ആലോചിക്കേണ്ട, ഞാൻ പറയുന്ന ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി നടക്കുന്നത്. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. ഒന്നെങ്കിൽ ലൈനകത്ത്, ഇല്ലെങ്കിൽ ലൈൻ്റെ അകത്തൊരു പോയിന്റിൽ, ഞാൻ അത് ഡെപ്പിക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ അകത്തുള്ള ഒരു സ്പേസിൽ നടത്താം. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ മുകളിൽ നടത്താം. ഒന്നെങ്കിൽ എന്താണ്, നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ വെളിയിൽ നടത്താം. സോ ഈ 3 സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് ജസ്റ്റ് എഴുതണം. എന്നിട്ട് എന്താ അസംഷൻസ് എഴുതണം. എന്നിട്ട് ഡയഗ്രാം വരയ്ക്കണം, ഷെഡ്യൂൾ വരയ്ക്കണം, ഇതേപോലെ എക്സ്പ്ലനേഷൻ പറയണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആൻഡ് എഫിഷ്യൻസി. ഞാൻ പറഞ്ഞു നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് വരച്ചിട്ട് നമുക്കൊന്നെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ അകത്തൊരു പോയിന്റ് ഇടാം, വെളിയിലൊരു പോയിന്റ് ഇടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇതിനകത്തൊരു പോയിന്റ് ഇടാം. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ വരച്ച പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കുറേ പോയിന്റ് ഉണ്ട്. സോ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റിസോഴ്സസ് നമ്മളിപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ട് ഞാനാണ് ഡയഗ്രാം ഡയറക്റ്റ് ചെയ്യാറ്. ആ ഐഡിയ എന്താണെന്ന് പറയാം. ഇതിന് ഞാൻ പേരിടുവാണ് A, ഇത് B, ഇത് C, ഇത് D. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ പ്രൊഡക്ഷൻ ഈ എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ആ ഒരു കർവിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്, എഫിഷ്യൻ്റ് ആണ്. അതെന്താണ്, എഫിഷ്യൻ്റ് ആണ്. നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്ത് തന്നെ ആയിരിക്കണം. അതേസമയം ഈ കർവിൻ്റെ താഴെ ഏത് ഭാഗത്താണ്, ഇപ്പോൾ സി എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നോക്കി, ഇത് ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്, അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ട്. അതിനാണ് ഈ അകത്തുള്ള പോയിന്റ്. അതേസമയം വെളിയിലുള്ള പോയിന്റ് നമ്മുടെ ലിമിറ്റ് ഇതാണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ലിമിറ്റ് ഇതാണ്. ഇത് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. ഇത് ഒരിക്കലും എത്താൻ പറ്റുന്നത് നമ്മുടെ കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണ് ടെക്നോളജി വളരണം, എന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അറ്റ് പ്രസൻറ്റ് ഇവിടെ എത്താൻ പറ്റത്തില്ല. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇതാണ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പഠിച്ച് ശ്രദ്ധിക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് പഠിച്ചു, അസംഷൻസ് പറഞ്ഞു, ഷെഡ്യൂൾ പഠിച്ചു, ഡയഗ്രാം എങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു, അത് എഫിഷ്യൻ്റ് എവിടെയാണെന്ന് പഠിച്ചു. നമ്മളത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ എഫിഷ്യൻസി എവിടെയാണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലാണ് അത് എഫിഷ്യൻ്റ് ആകുന്നത്.
ഇനി നമ്മൾ പ്രൊഡക്ഷൻ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്, പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഒന്നാമത്തെയാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്താണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ അതാണ്ട കേട്ടോ, മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സാധനം അധികമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ മറ്റേത് സാക്രിഫൈസ് ചെയ്യണമെന്നുള്ള ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കോൺകേവ് ടു ദ ഒറിജിൻ. കോൺകേവ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കർവ് എപ്പോഴും എന്താണ്? സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? സ്റ്റീപ്പർ ആയതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ നമ്മൾ ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ കോൺകേവ് ആണ്. ഇതെന്താണ്? കോൺകേവ് ആണ്. പിന്നീട് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവിടെ ഇത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിൾ കർവ് കോൺകേവ് ആണെങ്കിൽ അതിനർത്ഥം നമ്മുടെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എം ആർ ടി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 5-0 ആയിരുന്നു ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ A ഗുഡ് 5ഉം B ഗുഡ് 0 ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോമ്പിനേഷനിലെന്ന് പറഞ്ഞാൽ 4-1 ആയി എന്ന് പറഞ്ഞാൽ 4 ഗുഡ് നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരെണ്ണം സാക്രിഫൈസ് ചെയ്ത് എന്താണ് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി. ഇനി അടുത്ത സിറ്റുവേഷനിൽ 2 സാക്രിഫൈസ് ചെയ്താലേ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റൂ, 2,3. സോ നമ്മൾ പറയുന്ന കാര്യം മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഒരു അധികമായി ഇവിടെ ഈ ബി എന്ന് പറയുന്ന സാധനം അധികമായി ഉണ്ടാക്കാൻ നമ്മൾ കൂടുതലായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് എന്താണ് നമ്മുടെ കോൺകേവ് ടു ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ആ ഒരു ഐഡിയ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലൊരു ചോദ്യം വരുന്നുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ട്രെയിറ്റ് ലൈൻ ആകാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇത്രയേ ഉള്ളൂ, അതാണ്ട് ഇങ്ങനെ കർവ് വന്നിട്ട് ഇങ്ങനെ ആകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഉറപ്പായിട്ടും പറ്റും. അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തരാം. കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺകേവിൽ നിന്ന് എന്താകും? അതാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആവും. ഞാൻ കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഇപ്പം 5,0 ആദ്യത്തെ കോമ്പിനേഷനാണ്. A ഗുഡ് 5 ഉണ്ടാക്കി, B ഗുഡ് 0. ഓക്കെ, 4-1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ എന്താണ് ട്രാൻസ്ഫോം ചെയ്ത് B ആക്കി 4. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ വീണ്ടും 3-2 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോഴാണ് എന്താണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആകുന്നത്. അതേസമയം ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണ് കോൺകേവ് ആകും, ഡിക്രീസിങ് ആണെങ്കിലോ കോൺവെക്സ് ആകും. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സ്ട്രാ 1 വേർഡൊക്കെ വരുന്ന കട്ടി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡയറക്റ്റ് എന്താണെന്ന് മെസ്സേജ് ചോദിക്കുക. അതിനോടൊപ്പം നമ്മളിങ്ങനെ ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മുടെ അടുത്ത് ചോദിക്കാം. അത് നമ്മൾ ആൻസർ ചെയ്താൽ പഠിക്കണം. ചോദ്യം ഇതാണ്, ഡസ് പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ മാത്രമാണോ പ്രൊഡക്ഷൻ നടക്കുന്നത്? ഓക്കെ, യെസ്. എപ്പോഴാണ് യെസ് ആകുന്നത്? നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മളിങ്ങനെ വരയ്ക്കുവാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ട് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതെപ്പോഴാണ്? നമ്മൾ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആണ്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേസമയം നോട്ട് എഫിഷ്യൻ്റ് ആണെങ്കിൽ ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ബിലോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വരാം. കാരണം എന്താണ്? നമ്മൾ റിസോഴ്സസ് പൂർണ്ണമായി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയാകാം? ഈ നടുക്കാട്ടും വരാം. സോ ആ കാര്യം മനസ്സിലാക്കുക. സോ ഇനി അടുത്തത് ഷിഫ്റ്റ്. എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ 2 രീതിയിലുള്ള ഷിഫ്റ്റ് കണ്ടു. നോക്കിക്കേതാണ്ട് ഇതാണ് ഒറിജിനൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അത് റൈറ്റ് വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ലെഫ്റ്റ് വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ടെക്നോളജി വളരുമ്പോൾ നമ്മുടെ ടെക്നോളജി വളരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രസൻറ്റ് ഇതാണ്. ഓക്കെ, നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എക്സ് ഗുഡും വൈ ഗുഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജി കൂടി അതുകൊണ്ടാണ് നമ്മൾ അസംഷനിൽ പറയേണ്ട ഒരു കാര്യമാണ് ടെക്നോളജി കോൺസ്റ്റൻ്റ് ആണ്. സോ ടെക്നോളജി കൂടുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം ടെക്നോളജി കുറയുകയാണ് അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ എമൗണ്ട് കുറയുകയാണെങ്കിൽ തിരിച്ച് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. കർവ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനൊരു കർവാണ്. ഓക്കെ, എക്സ് ആക്സിസ് വൈ ആക്സിസ് എക്സ് ഇങ്ങനൊരു കർവാണ്. ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? ഈ എക്സ് എന്ന് പറയുന്ന ഗുഡ് ഉണ്ടാക്കുന്ന ടെക്നോളജി കൂടിയെന്നാണ് അർത്ഥം. അതേപോലെ നേരെ തിരിച്ചും പറയാം. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ
അതുകൊണ്ട് ഈ വൈ ഗുഡിൻ്റെ ടെക്നോളജി കൂടുമ്പോഴാണ് ഒരു സൈഡ് മാത്രമേ ഷിഫ്റ്റ് ആവും. സോ ആ കാര്യവും മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റിസോഴ്സസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വഴി നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിലുള്ള തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ സോഷ്യലിസവും ക്യാപിറ്റലിസവും എന്താണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മിക്സ്ഡ് എക്കോണമി എന്താണെന്ന് ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ അടുത്ത് പറയുകയാണ്. മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസവും ഗവൺമെൻറ് സോഷ്യലിസവും മിക്സ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മളെന്താണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെൻറ്റിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, മാത്രമല്ല ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ഒരു മിക്സപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇത്രയും നേരം ഒരു ഗ്രാഫൊക്കെ പഠിച്ചു, കുറച്ച് ക്ഷീണിച്ച് കാണും. നമുക്ക് കുറച്ച് ബേസിലോട്ട് പോവാം. നമ്മൾ ആദ്യം ഇവിടെ കേൾക്കുന്ന വാക്കാണ് എക്കണോമിക് മെത്തഡോളജി. എന്താണ് എക്കണോമിക് മെത്തഡോളജി? പിന്നെ എക്കണോമിക് ലോസ്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ മെത്തഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ എക്കണോമിക് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ എക്കണോമിക്സിൻ്റെ നേച്ചറിനെ ഒരു സയൻസിൻ്റെ നേച്ചറായിട്ട് കാണുന്നതിനെയാണ് നമ്മളെന്താണ് എക്കണോമിക് മെത്തഡോളജി എന്ന് പറയുന്നത്. എക്കണോമിക്സിൻ്റെ നേച്ചർ എന്തായിട്ട് കാണുകയാണ്? സയൻസിൻ്റെ നേച്ചറായിട്ട് കാണുകയാണ്. സോ ഇവിടെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നു അസംഷനിലൂടെയും റീസണിങ്ങിലൂടെയും എക്സ്പ്ലനേഷനിലൂടെയും അതോടൊപ്പം എന്താണ് ക്ലാസിഫിക്കേഷനിലൂടെയും ഡിസ്ക്രിപ്ഷനിലൂടെയും മെഷർമെൻറ്റും പ്രഡിക്ഷനും ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ എക്കണോമിക്സിനെ സയൻസായിട്ട് കാണുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവിനെയാണ് എക്കണോമിക് മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് വെച്ച് ഫ്യൂച്ചറിലുണ്ടാകുന്ന പ്രൈസ് ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു തരും. സോ എക്കണോമിക് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ഈസ് കോൾഡ് എക്കണോമിക് മെത്തഡോളജി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ദെയർ ഈസ് സംതിങ് കോൾഡ് എക്കണോമിക് ലോസ്. എക്കണോമിക്സ് മെത്തഡോളജിയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മളെന്താണ് ഒരു സൊസൈറ്റിയിൽ ഇല്ലെങ്കിൽ എക്കോണമിയിൽ ആ ഒരു പ്രോസസ് ഓഫ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് വെച്ച് നമ്മുടെ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ എക്കണോമിക്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ലോ ആക്കുന്നതിനാണ് എക്കണോമിക് ലോസ് എന്ന് പറയുന്നത്. സോ ഈ എക്കണോമിക് ലോസിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 2 ടൈപ്പ് ഓഫ് റീസണിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന എക്കണോമിക്സിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന 2 രീതിയുണ്ട്. എന്തൊക്കെയാണ്? ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് റീസണിങ്. നിങ്ങൾ ബോറടിക്കാതെ ഈ സാധനം മനസ്സിലാക്കണം. ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കിടിലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കാല് വേദനിക്കുന്നതിന് കാരണം കാലിന് എന്തോ പ്രശ്നം പറ്റിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, വേദന വന്നാൽ ആ ഒരു ശരീരഭാഗത്തിന് പ്രശ്നമുണ്ടെന്നൊരു ജനറൽ ചിന്താഗതിയുണ്ട്. അന്നേരം എന്താണ് കാലിന് എന്തോ പറ്റിയെന്ന് നമ്മൾ വിചാരിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ എന്താണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ അതുപോലാണ് ഇതെന്ന് വെക്കുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ദർ ഈസ് സംതിങ് കോൾഡ് ഇൻഡക്റ്റീവ് റീസണിങ്. പുതിയതായിട്ടൊരു നിയമം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ജനറൽ കാര്യമൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പം കാല് വേദനിച്ച ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡേറ്റയൊക്കെ എടുത്ത് പരിശോധിച്ച് അയാളെ പഠിച്ച് പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് അപ്രോച്ച്. എന്താണ് ഡിഡക്റ്റീവ് അല്ല, ഇൻഡക്റ്റീവ് അപ്രോച്ച്. എന്താണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്? സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. സോ ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ എക്കണോമിക്സ്, ഞാൻ ഇത്രയും പറഞ്ഞത് ജസ്റ്റ് എക്സാമ്പിൾ വെച്ചാണ്, എക്കണോമിക്സ് എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. സോ ഡിഡക്റ്റീവ് റീസണിങ് ഞാൻ പറഞ്ഞ പോലെ ജനറൽ തിയറിയിൽ നിന്ന് ജനറൽ ടു പർട്ടിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് എ ജനറൽ ലോ ഓർ തിയറി, ഒരു ജനറൽ ആയിട്ടുള്ള ലോ തിയറിയെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല ഇവിടെ കുറേ അസംഷൻസ് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസംഷൻസ് വെച്ച് ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതാണ് ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന് ഏറ്റവും നല്ല ക്ലാസിക്കൽ എക്സാമ്പിൾ എന്താണ്? ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതൊരു അസംഷനാണ്. എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. സോ ആ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും?
പുതിയ തിയറീസൊക്കെ വരുന്നത് അത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ പുതിയൊരു തിയറി വരുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് കണക്കായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു സാധനമുണ്ട് ഇൻഡക്റ്റീവ് റീസണിങ്. എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്? എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്? നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നും നോക്കുന്നില്ല, പുതിയ റിയൽ വേൾഡ് ഡേറ്റ നമ്മൾ എടുക്കുന്നു, പുതിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. എന്തിൽ നിന്ന്? പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടു ജനറൽ ആണ്. പർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡിയകളിൽ നിന്ന് ജനറൽ ഐഡിയയിലേക്ക് പോകുന്നു. അതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? എംഗൽസ് ലോ ആണ്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന നിയമം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഇത് വരുന്നത്. പക്ഷേ ഇത് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഐഡിയ അവിടെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എടുത്ത് പറയുമല്ല, നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ എക്സ്പെൻഡിച്ചർ, ഒരു ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെൻഡിച്ചർ ഡേറ്റ എടുത്തിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കിയതാണ് എംഗൽസ് ലോ. ക്ലിയർ ആണല്ലോ? സോ ഡൗട്ടൊന്നും ഇല്ലല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും എന്താണെന്ന് മനസ്സിലാക്കണം. എക്കണോമിക്സ് ലോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, സോ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാക്കാണ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് വെയർ ഒപ്പോസിങ് ഫോഴ്സസ് ആർ ബാലൻസ്ഡ്. നമ്മളിപ്പം നോക്കിക്കേ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് കൊടുത്ത് ഇത് രണ്ട് ബാലൻസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം. ഓക്കെ, ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ പവർ വരുന്ന മാത്രമല്ല, ഈ ഇക്വിലിബ്രിയം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറാൻ തീരുമാനിക്കത്തില്ല. ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനാണ്, നമുക്ക് അങ്ങനെയും പറയാം. എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കണ്ടീഷൻ, അതിനെ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, ഉദാഹരണത്തിന് എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ ഡിമാൻഡ് സപ്ലൈയും പരസ്പരം, നമ്മളിപ്പം നിങ്ങൾ ഈ ഒരു ചിഹ്നം ശ്രദ്ധിക്കണം. ഡിമാൻഡ് സപ്ലൈ എക്സ് എന്ന് പറയുകയാണെങ്കിലും ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിമുത്തുന്ന ഒരു പോയിന്റിൽ നമ്മൾ എന്ത് പഠിക്കും? ഇക്വിലിബ്രിയം പഠിക്കും. സോ ഈ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എക്കണോമിക്സിൽ ഓപ്പോസിങ് ആയിട്ടുള്ള എക്കണോമിക് വേരിയബിൾസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ തയ്യാറാത്ത ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനാണ്. നമ്മുടെ എക്കോണമി ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറാകില്ല. സോ നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു തരുവാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിറ്റുവേഷനാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഓപ്പോസിറ്റ് ഫോഴ്സസിൻ്റെ കഥ ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് ഫോഴ്സസ് പരസ്പരം വന്ന് അവർ ബെസ്റ്റ് കണ്ടീഷനിൽ നിൽക്കുന്നേ. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ, ഈ ഒരു ഇക്വിലിബ്രിയം ചിലപ്പോൾ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇവർ വീണ്ടും വേറൊരു ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. കാരണം ബെസ്റ്റ് കണ്ടീഷൻ അല്ല. സോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു മീനിങ്ങും കൊണ്ടുണ്ട്, ബെസ്റ്റ് കണ്ടീഷൻ. എന്താണ് ബെസ്റ്റ് കണ്ടീഷൻ? സോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്തോത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്ത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഫേമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമിന് എന്തോ സാറ്റിസ്ഫാക്ഷൻ ആണോ വേണ്ട? അവരുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം. പിന്നെ റിസോഴ്സ് ഓണർ, ഇപ്പം ഞാനൊരു ലേബറാണ്, എനിക്ക് എൻ്റെ ജോലിയാണ് കഴിയും, അന്നേരം എനിക്ക് ഏറ്റവും ഇക്വിലിബ്രിയം എന്താണ്? എനിക്ക് മാക്സിമം ഇൻകം കിട്ടുമ്പോഴാണ്. എക്കോണമി ഇക്വിലിബ്രിയം നമ്മൾ മാക്രോ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ആകുമ്പോഴാണ് എക്കോണമി ഇക്വിലിബ്രിയം ആകുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഈ ടൈപ്പാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പിലുള്ള ഇക്വിലിബ്രിയം അനാലിസിസ് എക്കണോമിക്സിൽ ചെയ്യാറുണ്ട്. ഒന്നാമത്തെയാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം, രണ്ടാമത്തെ എന്താണ്? ജനറൽ ഇക്വിലിബ്രിയം. ഇപ്പം നമ്മൾ ഇത് ഒരു എക്കോണമി ഫുള്ളും ആണെന്ന് കരുതിക്കുക, ഈ വട്ടം എക്കോണമി ഫുള്ളാണ്. ഇതിലൊരു പാർട്ട് മാത്രം എടുത്ത് അവിടുത്തെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ ഫോഴ്സസ് എ സിംഗിൾ മാർക്കറ്റ്, ഏതെങ്കിലും ഒറ്റ ഒരു മാർക്കറ്റ് എടുത്തിട്ട് ഐസൊലേറ്റിംഗ് ദ റെസ്റ്റ് ഓഫ് ദ എക്കോണമി, ബാക്കിയുള്ള എക്കോണമി മുഴുവനും ഇതുമായിട്ട് ബന്ധമില്ലാതെ നിർത്തി ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ്? പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു പാർട്ട് മാത്രം പഠിക്കുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതേസമയം ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്കോണമിയിൽ ഇങ്ങനെ പല പല പാർട്ടുകളുണ്ട്, ഇവ തമ്മിൽ ഐസൊലേഷൻ ഒന്നുമില്ല, ഇവ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അനലൈസസ് ഓൾ മാർക്കറ്റ് സൈമൾട്ടേനിയസ്ലി റെക്കഗ്നൈസിങ് ദാറ്റ് എവരിത്തിങ്, എല്ലാം കണക്റ്റഡ് ആണ്, അപ്പോൾ ഉള്ള ഇക്വിലിബ്രിയം പഠിക്കുന്നതിനെയാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ,
സോ നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഈക്വിലിബ്രിയത്തിൽ എത്തുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അതേപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പോസിറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്, മനസ്സിലാക്കിയാൽ നമുക്കപ്പം തന്നെ മനസ്സിരിക്കും. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എന്ന് പറയും. എന്താണ് നടക്കുന്നത്? വാട്ട് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി, അവിടെ എന്താണ് അവസ്ഥ, അവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം വാല്യൂ ജഡ്ജ്മെൻറ്റ്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ പൊല്യൂഷൻ കൂടുതലാണ്, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ റിയാലിറ്റി എന്താണോ അത് കണക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നു. റിയൽ ഡേറ്റ വാട്ട് ഈസ് എന്താണെന്ന് പറയുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ്റെ കാര്യം തന്നെയാണ്. ദർ ഈസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. പക്ഷേ അവിടെ പൊല്യൂഷൻ ഉണ്ട്, അവിടെ മാറ്റങ്ങൾ വരുത്തണം. വാട്ട് ഓട്ട് ടു ബി, എന്താകണം, എന്താകണമെന്ന് പറയുന്നത് എന്താണ്? നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമി നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആദ്യം പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവിൽ എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ്? വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉണ്ട്. എന്താണ്? വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ട് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം? മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ്, ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. നമ്മൾ പഠിക്കുന്നത് എന്തുവാ? നമ്മൾ പഠിക്കുന്ന മാക്രോ എക്കണോമിക്സ് ആണല്ലേ? ആര് പറഞ്ഞു? മാക്രോ എക്കണോമിക്സ് അല്ല, നമ്മൾ മൈക്രോ ആണ് പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു എക്കണോമി ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് കൺസ്യൂമർ, കൺസംഷൻ ഫംഗ്ഷൻ, ഇല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ്, സപ്ലൈ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ പ്രൈസ് തിയറി എന്ന് വിളിക്കാറുണ്ട്. കാരണം പ്രൈസ് ഈ ഇൻഡിവിജ്വൽ ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്ത് പ്രൈസൊക്കെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് തിയറി എന്ന് പഠിക്കാറുണ്ട്. ഓക്കെ, സ്മോൾ ഇല്ലെങ്കിൽ ഏറ്റവും സ്പെസിഫിക്, ഈ എക്കോണമി മുഴുവൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എടുക്കും. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും കേൾക്കുന്ന വാക്കാണ് അഗ്രിഗേറ്റ്. എന്ന് പറഞ്ഞാൽ എക്കോണമിയിലെ മൈക്രോ കൺസെപ്റ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്കോണമി ആസ് എ ഹോൾ, എക്കോണമി മുഴുവനും പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. നമുക്ക് മാക്രോ എക്കണോമിക്സ് പഠിക്കാറുണ്ട്, വഴിയെ പഠിക്കാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എക്കോണമിയുടെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഇതിന് നമ്മൾ എന്താണ് ഇൻകം തിയറി എന്ന് പറയാറുണ്ട്. കാരണം നാഷണൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സോ മൈക്രോ മാക്രോ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സ്റ്റോക്കും ഫ്ലോയും. എന്താണ് സ്റ്റോക്കും ഫ്ലോയും? സ്റ്റോക്കും ഫ്ലോയും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തോ സ്റ്റോക്ക് ഇരിക്കുന്നു, എന്തോ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണാതെ പഠിക്കരുത്, ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലാക്കണം. സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം, എന്താണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ഫ്ലോ എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മണി സപ്ലൈ ആണ്. മണി സപ്ലൈ അന്നേരം നിങ്ങൾ ചിലവർ വിചാരിക്കും മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവനുള്ള മണി സപ്ലൈ അല്ലേ? അങ്ങനല്ല. മണി സപ്ലൈയുടെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. മണി സപ്ലൈ ഈസ് ദ മെഷർ ഓഫ് മണി സർക്കുലേറ്റഡ് ഇൻ ആൻ എക്കോണമി അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. നമ്മൾ ആ ഡെഫിനിഷൻസ് അറിയാതെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, ഓരോ വേരിയബിൾസ് തന്നിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഇൻകം തന്നിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണെന്ന് ചോദിക്കും. വെൽത്ത് തന്നിട്ട് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അന്നേരം അവിടെ ഓരോ എക്കണോമിക് വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കണം. സോ നമ്മളിവിടെ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? മണി സപ്ലൈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഉള്ള സർക്കുലേഷനിലുള്ളത്, അല്ലാതെ ആ വർഷം മുഴുവനും സർക്കുലേറ്റ് ചെയ്തതിൻ്റെ കാര്യമല്ല. അതേസമയം ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻകം ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മാസം ഇല്ലെങ്കിൽ ഒരു വർഷം, നമുക്ക് ഒരു വർഷം മുഴുവനും പണിയെടുത്തു എന്ന് പറഞ്ഞാൽ ആ പീരീഡിൽ പണിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം. അതെന്താണ്? ഫ്ലോ വേരിയബിൾ ആണ്. ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റ്, ഒരു ബിസിനസ് ഫേമിൻ്റെ ലോസ്, ഒരു ബിസിനസ് ഫേമിൻ്റെ റവന്യൂ, ഇതെല്ലാം എന്താണ്? ഫ്ലോ ആണ്. കാരണം ഒരു വർഷത്തെ കണക്കാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെൽത്ത്, നമ്മൾ എപ്പോഴും തിരിഞ്ഞു പോകുന്നതാണ് വെൽത്ത് എന്താണ്? വെൽത്ത് ഒരിക്കലും ഫ്ലോ അല്ല. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ളതാണ് വെൽത്ത്. സോ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് അനാലിസിസ്.
നമ്മൾ എക്കണോമിക്സിൽ 2 രീതിയിൽ അനാലിസിസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്, കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഓക്കെ, സോ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം മാറുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള അവസ്ഥ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് സപ്ലൈയും മാറുന്നതിനെക്കുറിച്ച് ജസ്റ്റ് പറയുകയാണ്. അവിടെ ടൈം ഇത്രയാണ്, ഇന്ന സമയത്താണെന്നൊന്നും പറയുന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട്സ് അവിടെ പറയുന്നില്ല. പക്ഷേ ഡൈനാമിക് അനാലിസിസിൽ ടൈം ഇല്ലെങ്കിൽ ടൈം ലാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്റ്റാറ്റിക് അനാലിസിസും ഡൈനാമിക് അനാലിസിസും ലോ ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്രൈസ്. ഇതെന്ത് അനാലിസിസ്? സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. ഇവിടെ ടൈം പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് പ്രൈസ് അസ് ടി. ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് ടി എന്ന് പറയുന്ന സമയത്ത് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതേപോലെ ടൈം ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് T-1 ഇതിന് മുമ്പത്തെ സിറ്റുവേഷനുള്ള പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൈനാമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം വേരിയൻസ് ഇല്ലെങ്കിൽ ടൈമിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ നോക്കും. സോ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തീർന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിൻ്റെ കൂടെ നമ്മൾ ക്ലാസ് കഴിയുന്നത് കൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാണ്, മനസ്സിൽ കൊണ്ടുവരിക. ഇതിലേതെങ്കിലും കാര്യം കത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും വീഡിയോ കാണുക. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയ എന്താണ്? എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണെന്നും എക്കണോമി എന്താണെന്നും പഠിച്ചു. സ്കേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്കേഴ്സിറ്റിയുടെ റീസൺ അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സസും ആണെന്ന് പഠിച്ചു. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് പഠിച്ചു. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോബ്ലം കൂടെ അഡീഷണൽ ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തൊക്കെയായിരുന്നു പഠിച്ച കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അസംഷൻസ് പഠിച്ചു, ഷെഡ്യൂൾ പഠിച്ചു, ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു, ആ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു, എഫിഷ്യൻസി എവിടെയാണെന്ന് പഠിച്ചു, എഫിഷ്യൻസി ഇല്ലാത്ത എപ്പോഴാണെന്ന് പഠിച്ചു, എഫിഷ്യൻസി നമുക്ക് എത്താൻ പറ്റത്തില്ലെന്ന് പഠിച്ചു. പിന്നെ എക്കണോമിക് മെത്തഡോളജി എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് എക്കണോമിക് ലോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് പഠിച്ചു. ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് പോസിറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് പഠിച്ചു. മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് പഠിച്ചു. സ്റ്റോക്ക് ആൻഡ് ഫ്ലോയുടെ ഡിഫറൻസ് പഠിച്ചു. സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സിൻ്റെ ഡിഫറൻസ് പഠിച്ചു. സോ ഇത്രയും പഠിച്ചതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാം. വ്യക്തമായ ധാരണ, ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണിത്. സോ താങ്ക് യു ഓൾ.